പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ മേലും ശ്രോതാക്കളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണമേ, ഇറങ്ങി വരണമേ. വാക്കുകളെ നീ പറയുന്ന ആശയങ്ങൾ അത് കർത്താവെ പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. ആ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റങ്ങൾ വരുത്തണം, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴമായി പതിയണം. കർത്താവിനെ കൂടുതലായിട്ട് സ്നേഹിക്കാനും നിന്നിൽ ആശ്രയിച്ച് ജീവിക്കുവാനും കർത്താവിൻ്റെ കൃപ എപ്പോഴും വർദ്ധിപ്പിച്ച് വരുവാനും ഇതെല്ലാം ഉതകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും യേശു കർത്താവിൻ്റെ വലിയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് ഉത്തരമരുൾമാറാകണമേ. ആമേൻ. നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങളാണ്. ഞാൻ ആ വാക്യം വീണ്ടും വായിക്കുകയാണ്. 22. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവും ഇല്ല. നമ്മൾ അതിലെ ഒന്നാമത്തെ സ്നേഹത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സ്നേഹത്തെക്കുറിച്ച് ഒരല്പം കൂടെ നമുക്കൊന്ന് ചിന്തിച്ചിട്ട് അടുത്ത ഫലങ്ങളിലേക്ക് നമ്മൾ ധ്യാനിക്കാൻ ആരംഭിക്കാം. സ്നേഹം കൊണ്ട് നമുക്ക് ചില പരിണിത ഫലങ്ങൾ ഉണ്ടാകും. ഒന്നാമത്, ഒരു പരഗുണ കാംക്ഷ നമ്മളിൽ ഉണ്ടാകും. സുഭാഷിതങ്ങൾ 25-21 പറയുന്നു, ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക. സ്നേഹത്തിൻ്റെ ഒരു ഫലമാത്. സ്നേഹം ഉണ്ടെങ്കിലേ ശത്രുവിനെ നമുക്ക് സ്നേഹിക്കാനും അവന് ആഹാരം കൊടുക്കാനും അവന് ദാഹത്തിന് ജലം കൊടുക്കാനും ഒക്കെ നമ്മളെ കൊണ്ട് കഴിയും. രണ്ടാമതൊരു കാര്യം, ഇത് യഥാർത്ഥ ഉപവാസമായിരിക്കും. ഉപവാസം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് യെശയ്യാ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ 58:7, വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരനിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് ഉപവാസം എന്ന് പറയുന്നത്. ഉപവാസം എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നു, അത് ഉപവാസമാണെന്നാണ് പൊതുവെ ജനമൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശയ്യ അങ്ങനെ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. ഉപവാസം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് വിശക്കുന്നതിനുമായിട്ട് നമ്മുടെ ഭക്ഷണം പങ്കുവെക്കണം, ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കണം, നഗ്നനെ ഉടുപ്പിക്കണം, സ്വന്തക്കാരെങ്കിലും വന്നാൽ സഹായത്തിന് വന്നാൽ ഒഴിഞ്ഞു മാറി നിന്ന് കളയരുത്. ഇതൊക്കെയാണ് ഉപവാസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 41-1-2 വാക്യങ്ങൾ. കഷ്ടതയുടെ നാളുകളിൽ കർത്താവ് അവനെ രക്ഷിക്കും, കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. ദരിദ്രർക്ക് വല്ലതും കൊടുത്തെന്ന് വിചാരിച്ച് നമുക്ക് കുറഞ്ഞു പോവുകയല്ല, കർത്താവ് നമ്മുടെ ജീവനെ സംരക്ഷിക്കും. ഇനി നമ്മൾ ആത്മാവിൻ്റെ ഫലങ്ങളിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ആനന്ദം എന്ന ഫലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ക്രിസ്തു തന്നെ ആനന്ദം അനുഭവിച്ച ചില സന്ദർഭങ്ങൾ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ചിലതൊക്കെ നമുക്കൊന്ന് നോക്കാം. യേശു 72 ശിഷ്യന്മാരെ സുവിശേഷ വേലകൾക്ക് മാനസാന്തരപ്പെടുവീൻ എന്ന ജനങ്ങളോട് പ്രസംഗിക്കാനായിട്ട് പറഞ്ഞയച്ചു. അവരെ പോയി തിരിച്ചു വന്നപ്പോൾ അവർ പറയുക, വലിയ സന്തോഷം അവർക്ക്. പിശാചുകൾ പോലും
ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അതിലവർക്ക് വലിയ സന്തോഷമുണ്ടായി. ലൂക്കയുടെ സുവിശേഷം 10:21 പറയുന്നു, കർത്താവ് അന്നേരം ഒരു കാര്യം പറയുക പ്രാർത്ഥനയോടുകൂടി, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും മറച്ച്, ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. വലിയ ബുദ്ധിമാന്മാരെന്ന് പറയുന്നവർക്ക്, വലിയ ജ്ഞാനികളെന്ന് പറയുന്നവർക്ക് ദൈവത്തിൻ്റെ ഈ രഹസ്യങ്ങൾ മനസ്സിലായില്ല. അത് ഈ ദരിദ്രരായ ഈ ശിശുക്കളെ പോലെയുള്ളവർക്ക് നീ വെളിപ്പെടുത്തി. ദൈവമേ, നിൻ്റെ അഭീഷ്ടം അതായിരുന്നു. യേശുക്രിസ്തുവിന് അതിൽ സന്തോഷം. പിശാചുകൾ കീഴടങ്ങുന്നു എന്നതിൽ ഈ ശിഷ്യന്മാർക്ക് സന്തോഷം. യേശു ഒരു കാര്യം കൂടെ അവരോട് പറഞ്ഞു, പിശാചുകൾ കീഴടങ്ങുന്നു എന്നതിൽ അല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ കർത്താവ് ആടിൻ്റെ ഉപമ പറയുകയാണ്. അത് ഒരു ആടിനെ കണ്ടില്ല, ആ കാണാതെ പോയ ആടിനെ തിരക്ക് പിടിക്കുകയാണ്. ആ ഉപമ പറഞ്ഞു കഴിഞ്ഞിട്ട് യേശു ഇങ്ങനെ പറഞ്ഞു തന്നു, ആ ആടിനെയും കണ്ട് കിട്ടി. എന്തൊരു സന്തോഷം! 100 ആടിനെ അവിടെ നിർത്തിയിട്ടാണ് പോയത്, കാണാതെ പോയതിനെ കണ്ടു കിട്ടി. അപ്പോൾ ഈ 99 നീതിമാന്മാരായ ആൾക്കാർ, അവരെക്കുറിച്ച് യഥാർത്ഥത്തിൽ സന്തോഷിക്കേണ്ട കാര്യമില്ല. ഈ കാണാതെ പോയ ഒന്നിനെ കണ്ടു കിട്ടിയതിലാണ് സ്വർഗത്തിൽ വലിയ സന്തോഷം. ആടിൻ്റെ കാര്യമല്ല ഉപമയത് പറഞ്ഞത്. ഈ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ, ഒരു ആത്മാവിനെ തിരികെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും. ക്രിസ്ത്യ വിശ്വാസികളിൽ സന്തോഷം കുടികൊള്ളണമെന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട്. യേശു അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 15:4 യേശു പറയുക, നിങ്ങൾ എന്നിൽ വസിക്കുവീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. 15:10-11 വാക്യം പറയുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. നാം സന്തോഷമുള്ളവരായിരിക്കണം. അത് കർത്താവ് ആഗ്രഹിക്കുന്നു. ആ കർത്താവിൻ്റെ സന്തോഷം നമുക്ക് നമ്മളിലോട്ട് തരും. അത് പൂർണ്ണമായിട്ടാകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, യേശു കർത്താവ് തന്നെ പറയുന്നത്, എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാൻ. അപ്പോൾ യേശു കർത്താവ് ആ കാര്യത്തിൽ സന്തോഷിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. വലിയ സന്തോഷം, മഹാസന്തോഷങ്ങളുണ്ടായ ചില സന്ദർഭങ്ങൾ ബൈബിളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സൃഷ്ടിയുടെ കാര്യത്തിൽ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിൻ്റെ കാര്യം, ജോബിൻ്റെ പുസ്തകം 38:7 പ്രഭാത നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിക്കുകയും ദൈവപുത്രന്മാർ സന്തോഷിച്ച് ആർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിക്കപ്പെട്ടു? അതിന് മൂലക്കല്ലിട്ടത് ആര്? ജോബ് ചോദിക്കുകയാണ്. നക്ഷത്രങ്ങളൊക്കെ ഗീതങ്ങൾ ആലപിക്കുകയാണ്. ഈ മൂലക്കല്ലങ്ങോട്ടിടുമ്പോൾ ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് വലിയൊരു ചരിത്ര സംഭവം, മനുഷ്യജാതിക്കുള്ള ആനന്ദത്തിൻ്റെ ഒരു സമയം. മത്തായി 2:10 പറയുകയാണ്, പൗരസ്ത്യ ദേശത്തിൽ നിന്ന് ചില രാജാക്കന്മാർ, വിദ്വാൻമാർ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വന്നു. നക്ഷത്രം കണ്ടാണ് അവർ വന്നത്. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു.
അയ്യോ, നമുക്കൊരു രാജാവ് ജനിച്ചിരിക്കുന്നു, എന്തൊരു സന്തോഷം. ക്രിസ്തു മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ ഉണ്ടായ സന്തോഷം വലിയ സന്തോഷമാണ്. മത്തായി 28:8 പറയുന്നു, ആഴ്ചയുടെ 1-ാം ദിവസം യേശുവിൻ്റെ ശവകുടീരം സന്ദർശിക്കാൻ മഗ്ദലേനക്കാരി മറിയവും മറ്റേ മറിയവും വന്നു. അവിടെ വെച്ച് മാലാഖ പ്രത്യക്ഷപ്പെട്ട് അവരെ ഒരു വിവരം അറിയിച്ചു, അവനിവിടെയില്ല, അവൻ അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരമറിയിക്കുവാൻ ഓടി. യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞപ്പോൾ എന്തൊരു സന്തോഷമാണ് ആ സ്ത്രീകൾക്കുണ്ടായത്. അവർ വേഗം ശിഷ്യന്മാരെ ഈ വിവരം അറിയിക്കാൻ ഓടി. ഒരു പാഠം നമുക്ക് എൻ്റെ അകത്തുണ്ട്. ആ സ്ത്രീകൾ സന്തോഷത്തോടുകൂടി ഞായറാഴ്ച അതിരാവിലെ വന്ന് കണ്ടു. അവർക്ക് ഈ വാർത്ത കിട്ടി. ഈ വലിയ സന്തോഷത്തിൻ്റെ വാർത്ത അവർ മാത്രമായിട്ട് ഒതുക്കി അവിടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടിരിക്കുമെന്നും ആയിരുന്നില്ല. അവർ ഈ വാർത്ത മറ്റുള്ളവരെ അറിയിക്കാൻ, ശിഷ്യന്മാരെ അറിയിക്കുവാനായിട്ട് പോയി എന്നല്ല വാക്ക്, ഓടി. ഞാൻ പതുക്കെ അങ്ങോട്ട് ചെന്നിട്ട് അവരോട് പറയാമെന്നല്ല, സന്തോഷ വാർത്ത അറിയിക്കുവാൻ വേണ്ടി അവർ ഓടി. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു. ഈ വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട. ഇത് പറയുവാൻ നമ്മൾ ഓടണം. നമുക്ക് സന്തോഷം ഉണ്ടാകണം, നമ്മൾ ഓടണം ക്രിസ്തുവിൻ്റെ ഈ ഉയർപ്പിനെക്കുറിച്ച് പറയുവാൻ. അവൻ്റെ ഉയർപ്പ് ഉള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയ അവസരത്തിൽ വലിയൊരു സന്തോഷമുണ്ടായി. ലൂക്കോസ് 24:50-52 വാക്യങ്ങൾ. അവനവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി അവനവരെ അനുഗ്രഹിച്ചു. അവൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ അവർ ജെറുസലേമിലേക്ക് മടങ്ങി. എന്തൊരു സന്തോഷം! ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എന്നും കരഞ്ഞുകൊണ്ടിരിക്കാനാണെന്ന് ആരും വിചാരിക്കരുത്. സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ കർത്താവ് നമുക്ക് തരും. ആ കാര്യത്തിലാണ് നാം സന്തോഷിക്കേണ്ടത്. അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് വേറൊരു കാര്യം കാണാൻ സാധിക്കും. പുറജാതികൾ മാനസാന്തരപ്പെട്ടു. അപ്പോൾ എന്തൊരു സന്തോഷം ഉണ്ടായത്. അപ്പോസ്തല പ്രവൃത്തികൾ 15:3 സഭയുടെ നിർദ്ദേശമനുസരിച്ച് യാത്ര തിരിച്ച പൗലോസും ബാർണബാസും വിജാതിരുടെ മാനസാന്തരത്തെ വിവരിച്ച് കേൾപ്പിച്ചുകൊണ്ട് ഫിനിഷ്യ, സമറിയ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയി. സഹോദരന്മാർക്കെല്ലാം വലിയ സന്തോഷമുണ്ടായി. പുറജാതികൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക്, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്തൊരു സന്തോഷമാണ് ഉണ്ടായത്. അതുവരെയും ധരിച്ചിരുന്ന യഹൂദർക്ക് മാത്രം രക്ഷ എന്നുള്ള ആശയമൊക്കെ അങ്ങ് മാറി. പുറജാതികൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. എന്തൊരു സന്തോഷം! നമ്മുടെ ദൈവവചനം തന്നെ വിശ്വാസികളായ ആൾക്കാർക്ക് സന്തോഷത്തെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പഴയ നിയമത്തിൽ നെഹമ്യായുടെ പുസ്തകം 8-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ ഞാൻ ആ വാക്യങ്ങൾ വായിക്കുകയാണ്. മോശയുടെ നിയമഗ്രന്ഥങ്ങൾ പരസ്യമായി വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം നെഹമ്യായും എസ്രായും ലേവ്യരും ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഈ ദിവസം വിശുദ്ധമാണ്. അതിനാൽ ദുഃഖിക്കുകയോ കരയുകയോ അരുത്. അനന്തരം അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി വിഭവസമൃദ്ധമായ ഭക്ഷണവും മധുരവീഞ്ഞും കഴിക്കുക. ആഹാരമില്ലാത്തവന് ഓഹരി കൊടുത്തയക്കുകയും ചെയ്യുക. ഈ ദിവസം കർത്താവിന് വിശുദ്ധമാണ്. നിങ്ങൾ വിലപിക്കരുത്. അവിടുത്തെ സന്തോഷമാണ് നിങ്ങളുടെ ബലം. വചനം വായിച്ച് കേട്ടതിൽ അതിലാണ് സന്തോഷം. ആ സന്തോഷം വചനം നമുക്ക് നൽകുന്നു. സങ്കീർത്തനം 16:11 പറയുന്നു,
അങ്ങ് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്ത് കൈയിൽ ശാശ്വതമായ സന്തോഷവുമുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നാൽ ആനന്ദത്തിൻ്റെ പരിപൂർണതയാണ് അവിടെ. ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ വലത്ത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. സന്തോഷത്തിന് അങ്ങോട്ട് അങ്ങ് ചെന്നാൽ മതി. കർത്താവിൻ്റെ കയ്യിൽ അത് ഇരിക്കുകയാണ്. യേശയ്യാ 12:3 പറയുന്നു, രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കുക. യേശയ്യാ വീണ്ടും 35:10 പറയുന്നു, കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും. അവർ സന്തോഷിച്ച് ഉല്ലസിക്കും. ദുഃഖവും നെടുവേർപ്പും അകന്നുപോകും. ലൂക്കോസിൻ്റെ സുവിശേഷം പുതിയ നിയമത്തിൽ 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ പറയുന്നത്, ആട്ടിടയന്മാരോട് മാലാഖമാർ അറിയിക്കുകയാണ്, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെ വാർത്തയാണത്. ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ കഷ്ടതകളും ഉണ്ടാകും. ആ കഷ്ടതകൾ ഉണ്ടാകുമ്പോഴും നാം സന്തോഷത്തിലായിരിക്കണം. ചില ഉദാഹരണങ്ങൾ ഞാൻ ബൈബിളിൽ നിന്ന് പറയുകയാണ്. ഹബക്കൂക്ക് 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ നമ്മളോട് പറയുകയാണ്, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. അത് നമ്മളും അങ്ങനെ മനസ്സിലാക്കണം. ഇനി വസ്തുവിൻ്റെ നഷ്ടത്തിൽ സങ്കടം പലർക്കും ഉണ്ടാകും. ഹെബ്രായ ലേഖനം 10:34 പറയുന്നു, തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദന പങ്കിട്ടു, ധനത്തിൻ്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. ഇവിടെ വെച്ച് എന്തെങ്കിലും നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് ഭാരപ്പെടേണ്ട. കൂടുതൽ ശാശ്വതമായ ധനം നമുക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ചില ശോധനകൾ ദൈവം നമുക്ക് തരും, പേടിച്ചു പോകണ്ട. 1 പത്രോസ് 4:12-13 വാക്യങ്ങളിൽ പത്രോസ് പറയുകയാണ് നമ്മളോട്, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവീൻ. രണ്ടാമത്തെ വാചകം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവീൻ. അഗ്നിശോധനകൾ വരുന്നത് ക്രിസ്തുവിൻ്റെ പീഡകളിൽ നമുക്കൊരു പങ്കുണ്ടാകാനാണ്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നമുക്കൊരു പങ്കുണ്ടാകാൻ ഒരവസരം ലഭിച്ചതുകൊണ്ട് നമ്മൾ അതിൽ ആഹ്ലാദിക്കണം. ഇതാണ് പത്രോസ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അനീതിയിൽ ഒരിക്കലും നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. സുഭാഷിതങ്ങൾ 17:5, ദരിദ്രരെ പരിഹസിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, മറ്റുള്ളവരുടെ അത്യാഹിതത്തിൽ സന്തോഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല.
മറ്റുള്ളവർക്ക് വിഷമതകൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ അവനങ്ങനെ വരണം, അവനങ്ങനെ സംഭവിക്കണം എന്നൊന്നും നമ്മളാരും പറയരുത്. അത് ശരിയല്ല. 2 സുഭാഷിതങ്ങൾ 24:17 പറയുന്നു, ശത്രുവിൻ്റെ പതനത്തിൽ ആഹ്ലാദിക്കരുത്, അവൻ തട്ടി വീഴുമ്പോൾ സന്തോഷിക്കുകയുമരുത്. ഒബാദ്യ 12 പറയുന്നു, നിന്റെ സഹോദരൻ്റെ കഷ്ടതയുടെ നാളിൽ നീ ഗർവ്വോടെ സന്തോഷിക്കരുതായിരുന്നു, യൂദായുടെ വിനാശത്തിൻ്റെ നാളിൽ നീ ആഹ്ലാദിക്കരുതായിരുന്നു, അവരുടെ ദുരിതത്തിൻ്റെ നാളിൽ നീ വൻപ് പറയരുതായിരുന്നു. 4-ാമത്തെ കാര്യമായിട്ട് 1 കൊരിന്ത്യർ 13-ാം 6 സ്നേഹത്തെക്കുറിച്ചുള്ള ഗീതത്തിലാണ്, സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ സന്തോഷത്തെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണത്. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ഇതെല്ലാം അങ്ങ് സംഭവിക്കും. ഇനി നമ്മൾ പറയുന്നത് അടുത്ത ഫലം 3-ാമത്തേതായിട്ട് സമാധാനത്തെക്കുറിച്ചാണ്. ഉയർത്തെഴുന്നേറ്റ യേശു പ്രത്യക്ഷപ്പെട്ടപ്പോഴെല്ലാം സമാധാനം ആശംസിക്കുന്നു. അത് നമുക്ക് കാണുവാൻ സാധിക്കും. 72 ശിഷ്യന്മാരെ യേശു ഇങ്ങനെ പട്ടണങ്ങളിലൊക്കെ പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. യേശു അവരോട് തന്നെ പറഞ്ഞത്, നിങ്ങളൊരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ വീടിന് സമാധാനം ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവിടെ കുടികൊള്ളും. അവിടെ സമാധാനത്തിൻ്റെ പുത്രൻ ഇല്ലെങ്കിൽ നിങ്ങൾ ആശംസിച്ച സമാധാനം നിങ്ങളിലേക്ക് ഇങ്ങനെ തിരികെ പോരും. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണ്, സമാധാനം. എല്ലാവർക്കും സമാധാനം ആശംസിക്കണം. ഗലാത്യർ 6:15-16 പറഞ്ഞിരിക്കുന്നു, പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല. അതിലൊന്നുമല്ല കാര്യം, ഒരു പുതിയ സൃഷ്ടി ആകുക എന്നതാണ് പരമപ്രധാനം. ഈ നിയമം അനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും, അതായത് ദൈവത്തിൻ്റെ ഇസ്രായേലിന് സമാധാനവും കാരുണ്യവും ഉണ്ടായിരിക്കട്ടെ. പുതിയ സൃഷ്ടിയായി തീരുന്നവർക്കെല്ലാം സമാധാനം. 1 പത്രോസ് 5:14, ക്രിസ്തുവിൽ ആയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. എന്തുകൊണ്ട് അവൻ്റെ ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടും അവൻ സമാധാനത്തിൽ തന്നെ ഇരിക്കുന്നത് എന്ന് ചിലരെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് പോയേക്കാം. അവൻ ക്രിസ്തുവിലാണോ, എന്ത് പ്രശ്നം ഉണ്ടായാലും അവൻ്റെ ഹൃദയം സമാധാനത്തിൽ ആയിരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 35 വരെ യേശു കുഞ്ഞായിരുന്നപ്പോൾ ജെറുസലേമിൽ സമർപ്പിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ ശിമിയോൻ എന്ന് പറയുന്ന ഒരു ആൾ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായിട്ട് അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹം ദേവാലയത്തിൽ വന്നിട്ട് ഈ കുഞ്ഞിനെ കൈകളിലെടുത്തുകൊണ്ട് അവൻ പറയുക, സകല ജനതകൾക്കും വേണ്ടി യഹോവയായ ദൈവമേ, അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. എന്തൊരു സന്തോഷവും ആനന്ദവുമാണ്. സകല ജനതകൾക്കും വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നതാണ് ഈ രക്ഷ. യേശുക്രിസ്തുവാണ് രക്ഷ. അതെൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. നഗ്ന നേത്രങ്ങൾ കൊണ്ട് രക്ഷകനെ കണ്ടു കഴിഞ്ഞു. അതാണ് എൻ്റെ ആനന്ദം. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നു, ജനത്തെ അനുഗ്രഹിക്കാൻ കർത്താവ് മോശയോട് പറയാണ്, കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ആരാണ് സമാധാനം നൽകുന്നത്? കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. യേശയ്യ 26:3 പറഞ്ഞിരിക്കുകയാണ്, അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. ലൂക്കോസ് 2:14 മാലാഖമാർ പറഞ്ഞൊരു കാര്യമാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ആർക്കാണ് ഭൂമിയിൽ സമാധാനം?
ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവർക്ക്, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവർക്ക് ഭൂമിയിൽ സമാധാനം. യേശു സ്വർഗത്തിലേക്ക് പോകാൻ നേരത്തെ തന്നെ അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, സമാധാനം തന്നിട്ടാണ് യേശു പോകുന്നത്. യേശു പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 14:27, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. കർത്താവ് പറയുന്നത് ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടുകയും വേണ്ട. പല പ്രശ്നങ്ങളിങ്ങനെ വരുമ്പോൾ ഹൃദയം അങ്ങ് അസ്വസ്ഥമാകും. ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടുകയും വേണ്ട, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം തന്നച്ചാ പോകുന്നത്. നമുക്ക് ദൈവത്തോട് സമാധാനം ഉള്ളത് പോലും യേശുക്രിസ്തു മൂലമാണ്. യേശുക്രിസ്തു എന്ന കാരണക്കാരൻ. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് തന്നെ നമ്മൾ സമാധാനത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ജീവിക്കുന്നത് സമാധാനത്തിലായിരിക്കണം. 1 കൊരിന്ത്യർ 7:15 അവിശ്വാസിയായ ജീവിത പങ്കാളി വേർപിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അപ്രകാരം ചെയ്തു കൊള്ളട്ടെ. പൗലോസ് പഠിപ്പിക്കുകയാണ്, അത്തരം സന്ദർഭങ്ങളിൽ ആ സഹോദരൻ്റെയോ സഹോദരിയുടെയോ വിവാഹബന്ധം നിലനിൽക്കുന്നില്ല. ദൈവം നിങ്ങളെ സമാധാനത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ സമാധാനമെന്ന് പറയുന്നത് തന്നെ യേശുക്രിസ്തുവാണ്. എഫേസ്യോസ് 2:13-14 ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങളിപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. ആരോട്? ദൈവത്തോട് നമ്മൾ സമീപസ്ഥരായിരിക്കുന്നു. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. ദൈവവുമായിട്ട് നമുക്ക് സമാധാനത്തിൽ ആയിരിക്കാം. ഇനി 4-ാമത്തെ ഒരു ഫലത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അത് ക്ഷമയെക്കുറിച്ചാണ്. സഭാപ്രസംഗകൻ പറയുന്നു, 7:8 വാക്യം, അഹങ്കാരിയേക്കാൾ ക്ഷമാശീലൻ ഉത്തമനാണ്. നമ്മുടെ ദൈവം ക്ഷമിക്കുന്ന ദൈവമാകുന്നു. സങ്കീർത്തനം 99:8, ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ അവർക്ക് ഉത്തരമരളി, അങ്ങ് അവർക്ക് ക്ഷമിക്കുന്ന ദൈവമായിരുന്നു, തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നവനും. തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നെങ്കിലും കർത്താവ് ക്ഷമിക്കുന്ന ഒരു ദൈവമാണ്. നമ്മൾ ക്ഷമിക്കണം. എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്നുള്ളൊരു പ്രശ്നമാണ്. ചിലരോട് എത്ര പ്രാവശ്യം ക്ഷമിച്ചാലും വീണ്ടും നമ്മളോട് തെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊരു വലിയ പ്രയാസം നമുക്ക് തോന്നും. നമ്മൾ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? പത്രോസ് അതൊരിക്കൽ യേശുവിനോട് ചോദിച്ചു, ഞാൻ എത്ര പ്രാവശ്യമാണ് ക്ഷമിക്കേണ്ടത്? മത്തായി 18:21-22, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യഹൂദന്മാരുടെ ഒരു പഠിപ്പിക്കലായിരുന്നു 7 പ്രാവശ്യമെങ്കിലും ക്ഷമിക്കണമെന്നുള്ളത്. പത്രോസ് ചോദിക്കുന്നത് 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 എന്നല്ല 770 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. 770 എന്ന് പറഞ്ഞാൽ അതിനെ ഒരു 7 × 7 49 അല്ല, നീണ്ട സംഖ്യ. സീമ അതിർത്തിയില്ലാതെ അങ്ങ് ക്ഷമിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. വിതക്കാരൻ്റെ ഉപമ പറഞ്ഞപ്പോൾ യേശു നല്ല നിലത്ത് വീണ വിത്തിനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ലൂക്കാ 8:15 യേശു വിശദീകരണം കൊടുക്കുകയാണ്. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച്. കണ്ടോ, നല്ല നിലത്ത് വീണവൻ എന്തുവാ ചെയ്യുന്നത്? അവൻ്റെ ഹൃദയം ഉത്കൃഷ്ടമാണ്, നിർമ്മലമാണ്. ഹൃദയത്തിൽ അത് സംഗ്രഹിക്കണം. ആദ്യം ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നതിനുമാണ്. സംഗ്രഹിച്ച് അവിടെ വെച്ചിരുന്നാൽ മാത്രം പോരാ, ഫലം പുറപ്പെടുവിക്കണം. എങ്ങനെ ഫലം പുറപ്പെടുവിക്കേണ്ടത്? ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കണം.
ക്ഷമയോടെ വേണം, എങ്കിലേ ആ ഫലം അങ്ങോട്ട് പുറത്തോട്ട് വരത്തുള്ളൂ. ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവനാണ്. എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം നമ്മൾ പെരുമാറേണ്ടതാണ്. 1 തെസ്സലോനിക്ക 5:14 സഹോദരരെ, നിങ്ങളെ ഞങ്ങൾ ഉത്ബോധിപ്പിക്കുന്നു, അലസരെ ശാസിക്കുവീൻ, ഭീരുക്കൾ ആയവരെ ധൈര്യപ്പെടുത്തുവീൻ, ദുർബലരെ സഹായിക്കുവീൻ, എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവീൻ. ചിലരോട് ക്ഷമ കാണിക്കാൻ ചിലരോട് ക്ഷമ കാണിക്കുന്നത് പ്രയാസമാണെന്ന് മനസ്സിൽ തോന്നാം. അങ്ങനെയല്ല, എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവീൻ. യാക്കോബ് അപ്പോസ്തലനും നമ്മളോട് പറയുന്നു, ക്ഷമയോടെ കാത്തിരിക്കണം. യാക്കോബിൻ്റെ 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ, സഹോദരരെ, കർത്താവിൻ്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുവീൻ. നമ്മൾ കാത്തിരിക്കണം എന്ന് വരെയാ, കർത്താവിൻ്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കണം. കർത്താവ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ, ചിലർക്ക് ക്ഷമയില്ല. ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുവീൻ. ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ, മഴ വന്നാലേ കൃഷി അങ്ങോട്ട് ശരിയാവുള്ളൂ. ആദ്യത്തെ മഴയുണ്ട്, അവസാനത്തെ മഴയുണ്ട്, അത് കാത്തിരിക്കുകയാണ് കൃഷിക്കാരൻ. അതുപോലെ നിങ്ങളും ക്ഷമയോടെ കാത്തിരിക്കുവീൻ, ദൃഢചിത്തരായിരിക്കുവീൻ. സഹോദരനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ ദൈവവും നമ്മോട് ക്ഷമിക്കത്തില്ല. നമ്മൾ കാത്തിരിക്കാനാണ് യാക്കോബ് പറയുന്നത്. അയ്യോ വന്നില്ലല്ലോ എന്ന് വിചാരിക്കണ്ട, ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം. ഇനിയും പറയുന്നത്, നമ്മൾ സഹോദരനോട് ക്ഷമിക്കണം, അല്ലെങ്കിൽ നമ്മളോടും കർത്താവ് ക്ഷമിക്കുന്നതിന് കർത്താവ് ഒരു നീതിപൂർവമാണ് ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മളോട് ക്ഷമിക്കണോ എന്നൊരു തീരുമാനമെടുക്കുമ്പോൾ കർത്താവ് നോക്കും, നമ്മൾ ആരോടെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടോ, നമ്മുടെ സഹോദരനോട് ക്ഷമിച്ചിട്ടുണ്ടോ എന്ന്. മത്തായി 18:35 നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. സഹോദരനോട് നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കും അതുപോലുള്ള അനുഭവം ഉണ്ടായിപ്പോവും. ദൈവം കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും. അളക്കുന്ന അളവ് പാത്രം കൊണ്ട് തന്നെയാണ് നമ്മളെയും അളക്കുന്നത്. ക്ഷമിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഹൃദയപൂർവ്വം ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. ക്ഷമിക്കുന്നു എന്നൊക്കെ നമ്മൾ ചിലപ്പം പറയും, ഹൃദയത്തിൽ ആ ക്ഷമ അങ്ങോട്ട് വന്ന് കാണത്തില്ല. ഞാൻ പോട്ടെ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഹൃദയത്തിൽ ആ ക്ഷമ യഥാർത്ഥത്തിൽ വന്നിട്ടില്ലായിരിക്കും. അങ്ങനെയല്ല, ഹൃദയപൂർവ്വം ക്ഷമിക്കണം. നമുക്കും അളന്ന് തരുമ്പോൾ നമ്മൾ അളന്ന അളവ് പാത്രം കൊണ്ട് തന്നെ അളന്ന് തരുന്നത്. അത് നമ്മൾ ഓർത്തോണം. മത്തായിയുടെ സുവിശേഷം 6:12 പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മുടെ ദൈവം ക്ഷമിക്കുന്ന ഒരു ദൈവമാണ്. യെശയ്യാ 55:7 ദുഷ്ടൻ തൻ്റെ മാർഗവും അധാർമികൻ തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ, അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ, അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. എഫേസ്യോസ് 4:32 ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവീൻ. ക്ഷമയുടെ ആ മാതൃക പറഞ്ഞിരിക്കുന്നത് ദൈവം യേശുക്രിസ്തു വഴി നമ്മളോട് ക്ഷമിച്ചു. നമ്മളോട് എങ്ങനെയാണ് ക്ഷമിച്ചത്? നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ യേശു അവൻ്റെ ശരീരത്തിൽ വഹിച്ച് അവൻ പാപിയെന്നെണ്ണപ്പെട്ട് പാപത്തിൻ്റെ പരിഹാര ബലി അവൻ്റെ ശരീരത്തിൽ അവൻ അർപ്പിച്ചു. പാപപരിഹാരം അവൻ ചെയ്തു. ഇതാ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക. അതുപോലെ നമ്മളും ക്ഷമിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 32:5 എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു,
എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, കർത്താവിനോട് നമ്മൾ പാപങ്ങൾ ഏറ്റുപറയാൻ മടിക്കരുത്. കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറയാൻ നമ്മൾ മടിക്കരുത്. ഒന്നും മറച്ചു വെക്കരുത്. നമുക്ക് മറച്ചു വെക്കുവാൻ സാധ്യമല്ല. എല്ലാം അറിയുന്നവനായ ദൈവം, ഹൃദയ വിചാരങ്ങൾ വരെയും എല്ലാം സൂക്ഷ്മമായിട്ട് കാണുന്നവനായ ദൈവം, നമുക്കൊന്നും മറച്ചു വെക്കാനൊക്കത്തില്ല. കർത്താവിനോട് നമ്മളൊന്നും മറച്ചു വെക്കരുത്. നമ്മളങ്ങ് പറഞ്ഞാൽ മതി, കർത്താവെ ഞാൻ ചെയ്തു പോയി, ക്ഷമിക്കണേ. കർത്താവ് ക്ഷമിക്കുന്നവനാണ് എന്ന ചുരുക്കം. ബൈബിളിൽ നോക്കിയാൽ ക്ഷമയ്ക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാം. ചിലതൊക്കെ നമ്മൾ ചിന്തിച്ചു. ക്ഷമിക്കാതിരുന്ന ചില സന്ദർഭങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-2 നമുക്ക് ഉദാഹരണമായിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. സംഖ്യയുടെ പുസ്തകം 20:10 സംഭവം ഇതാണ്. ഇസ്രായേൽ ജനം കാദേശിലെത്തി. അവിടെ ജലം കിട്ടിയില്ല. വെള്ളം പുറപ്പെടുവിക്കുവാൻ പാറയോട് സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ആജ്ഞാപിക്കുവാൻ മോശയോട് ദൈവം കൽപ്പിച്ചു. ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവീൻ, നിങ്ങൾക്ക് വേണ്ടി പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? മോശ പാറയിൽ 2 പ്രാവശ്യം അടിച്ചു. ധാരാളം ജലം പ്രവഹിച്ചു. ദൈവം മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. ഇതാണ് മെരിബയിലെ ജലം. മെരിബയിൽ വെച്ച് മോശയും അഹ്റോനും കനാൻ നാട്ടിൽ ചെല്ലുമായിരുന്നു. പക്ഷെങ്കിൽ ചെല്ലാൻ ദൈവം അവസരം കൊടുക്കുന്നില്ല. ഇവിടെ വെച്ച് അവരെ ധിക്കരിച്ച് കർത്താവായ യഹോവ പറഞ്ഞ വാക്കിൽ പൂർണ്ണമായി ദൃഢമായി വിശ്വസിച്ചില്ല. ഞാൻ വെള്ളം പുറപ്പെടുവിച്ച് തരണമോ എന്നുള്ള ചോദ്യം, ആ വിശ്വാസത്തിൻ്റെ ഒരു കുറവ് അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ കനാൻ നാട്ടിൽ പ്രവേശിക്കുകയില്ല. ക്ഷമിക്കാതിരുന്നത് കൊണ്ട്, ക്ഷമാപൂർവ്വം കാത്തിരിക്കാഞ്ഞതുകൊണ്ട് കർത്താവ് അവർക്കും ഒരു ശിക്ഷ കൊടുക്കുകയാണ്. യോനായുടെ മാനസാന്തരത്തിൻ്റെ പ്രസംഗമുണ്ടല്ലോ നിനിവേയിൽ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. യോന 4:8-9 8-9 യോനായ്ക്കുണ്ടായ അനുഭവം ഇതങ്ങനെയാണ്. യോന നിനിവേയിൽ പോയി പ്രസംഗിച്ചു, മാനസാന്തരപ്പെടാൻ എല്ലാവരോടും പറഞ്ഞു. എന്നിട്ട് ഒരു കൂടാരമുണ്ടാക്കി നഗരത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് കാണുവാൻ കൂടാരത്തിന് കീഴിൽ അവിടെ ഇരുന്നു. യോനായ്ക്ക് തണലും ആശ്വാസവും നൽകാൻ ദൈവം വളർത്തിയ ഒരു ചെടി, ദൈവം വളർത്തിയതാണ്, യോനായെ ഉദ്ദേശിച്ച് വളർത്തിയതാണ്. ആ ചെടി ഒരു പുഴുവിനെ അയച്ച് ദൈവം തന്നെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞു. ഒരു പരീക്ഷണത്തിന്. തലയിൽ സൂര്യൻ്റെ ചൂടേറ്റ് യോന തളർന്നു മരിക്കുവാൻ അവൻ ആഗ്രഹിച്ചു. കർത്താവ് പറഞ്ഞു, ഈ ചെടി ഒരു രാത്രി കൊണ്ട് വളരുകയും അടുത്ത രാത്രി നശിക്കുകയും ചെയ്തു. നീ ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ചോ? എന്നിട്ടും നിനക്ക് അതിനോട് അനുകമ്പ തോന്നുന്നു. അപ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇടവലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത 1,20,000 ആളുകളും അനേക സംഖ്യ ഉള്ള മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ നിനവയോട് എനിക്ക് അനുകമ്പ തോന്നണ്ടേ? കർത്താവ് യോനയോട് ചോദിക്കുകയാണ്. നീ ഒരു ചെടിയെക്കുറിച്ചാണ് വിഷമിക്കുന്നത്. 1,20,000 പേരും അസംഖ്യം മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ നിനവയിൽ എനിക്ക് അവരോട് കരുണ തോന്നണ്ടായോ? ഇതാണ് ഈ കർത്താവ് യോനയോട് ചോദിക്കുന്നത്. ലൂക്കോയുടെ സുവിശേഷം 9:55 യേശു ജെറുസലേമിലേക്ക് പോകാൻ ഉദ്യമിച്ചു. അപ്പോൾ പോകേണ്ടത് സമറിയായിക്കൂടാണ്. അപ്പോൾ ഏതാനും ദൂതന്മാരെ നേരത്തെ അയച്ച് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ പറഞ്ഞു. സമറിയായിൽ കൂടെ പോയി. അപ്പോൾ സമറിയക്കാരൊരു കാര്യം ചെയ്തു. യേശുവും കൂട്ടരും ജെറുസലേമിലേക്കാണ് ഇനിയും പോകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവരെ സ്വീകരിക്കുവാൻ സമറിയക്കാർ തയ്യാറായില്ല. ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ യാക്കോബും യോഹന്നാൻ യേശുവിനോട് ചോദിക്കുക, ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി അവർ ദഹിപ്പിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ?
അവർക്ക് ദേഷ്യം വന്നു. നമ്മളെ സ്വീകരിക്കുന്നില്ല സമരക്കാർ, ഞങ്ങളിങ്ങനെ അങ്ങ് പറയാം എന്നവർ പറഞ്ഞു. കർത്താവ് തിരിഞ്ഞ് അവരെ ശാസിച്ചു. എന്തൊരു മനോഭാവമാണ് നിങ്ങൾക്ക്! കർത്താവ് തിരിഞ്ഞ് അവരെ ശാസിച്ചു. കർത്താവിനെന്തുവാ ചെയ്തത്? അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. സ്വീകരിക്കാൻ മനസ്സില്ലാത്തവരെ സ്വീകരിക്കണ്ട, പക്ഷെ അവരെ ദേഷ്യപ്പെടുകയോ അവരെ ശപിക്കുകയോ ഒന്നും വേണ്ട. യേശു അവരെ കൂട്ടിക്കൊണ്ട് വേറൊരു ഗ്രാമത്തിലേക്ക് പോയി. പൗലോസ് അപ്പോസ്തലന് സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും അങ്ങോട്ട് പോകണ്ട. പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുക്കും എങ്ങോട്ടാണ് പോകേണ്ടിയെന്ന്. അങ്ങോട്ടങ്ങ് പോകും. ചില സ്ഥലങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ ഉപദ്രവങ്ങൾ വരും. തിരിഞ്ഞു നടിക്കാനൊന്നും പൗലോസ് പോകുന്നില്ല. അവിടെ വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കേൾക്കാനുള്ള ആൾക്കാർ വേറെ ഉണ്ട്. ക്ഷമാപൂർവ്വം അങ്ങോട്ടങ്ങ് പോകും. ഇവിടെ വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കത്തില്ല. ആവശ്യമില്ല. ദൈവത്തിൻ്റെ വചനം അങ്ങനെ വിതച്ചുകൊണ്ടിരിക്കണമല്ലോ. ഇവിടെ ഒക്കത്തില്ലെങ്കിൽ വേറെ സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ട് പോയി പ്രസംഗിക്കും. വേറൊരു അനുഭവം ലൂക്കോയുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയാണ്. ലാസറിൻ്റെ ഭവനം മാർത്താ മറിയം ബഥാനിയയിലാണ്. യേശു വല്ലപ്പോഴൊക്കെ അവിടെ പോകുന്ന ഒരു വീടാണ്. യേശുവിൻ്റെ സ്നേഹിതൻ എന്നാണ് ലാസറിനെ കുറിച്ച് പറയുന്നത്. യേശു ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കും ദൈവവചനം. മാർത്ത അടുക്കളയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാം പാചകത്തിൽ അങ്ങ് ബദ്ധശ്രദ്ധയായിട്ടിരിക്കുക. മാർത്ത അങ്ങനെ ഇരിക്കുമ്പോൾ മറിയം യേശുവിൻ്റെ പാദത്തെങ്കിലിരുന്ന് ദൈവവചനം കേട്ടോണ്ടേയിരിക്കുക. മാർത്തയ്ക്കൊരു പ്രയാസം. ഇങ്ങോട്ട് വന്ന് ഇച്ചിരി ഒരു ദേഷ്യത്തിൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് നീ ഇത് കാണുന്നില്ലയോ? അവൾ എന്നെ തനിയെ വിട്ടേച്ചിരിക്കുക, നിൻ്റെ പാദത്തെങ്കിൽ അവൾ ഇരുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണല്ലോ, എന്നെ സഹായിക്കാൻ അവളെ ഒന്ന് പറഞ്ഞു വിട്. കർത്താവ് പറഞ്ഞില്ല, ഒരു കാര്യമേ ആവശ്യമുള്ളൂ, അത് വചനമാണ്, ദൈവത്തിൻ്റെ വചനം. അവളത് കേട്ടോണ്ടിരിക്കുക, അവളിൽ നിന്ന് അത് എടുക്കപ്പെടുകയില്ല. നീ അനേക കാര്യങ്ങളിൽ ബദ്ധശ്രദ്ധ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പരിശോധിച്ചാൽ അറിയാം എത്ര കാര്യങ്ങളിലാണ് നമ്മളങ്ങ് ബദ്ധശ്രദ്ധരായി വിഷമിച്ച് അസ്വസ്ഥരായിരിക്കുന്നത്. അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. കർത്താവ് എപ്പോഴും പറയാറുണ്ട്, അസ്വസ്ഥരാകേണ്ട, സമാധാനമായ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സമാധാനത്തിലിരുന്നാൽ മതി, എല്ലാം കർത്താവ് നടത്തി തരും. അസ്വസ്ഥനാകേണ്ട. ക്ഷമ ഇല്ലാഞ്ഞതുകൊണ്ട് മാർത്തായെ കർത്താവ് ശാസിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഇന്ന് നമ്മളെ ധ്യാനിച്ചത് അധ്യായം 22-ൻ്റെ 23 വാക്യങ്ങൾ. ഗലാത്യയിൽ ആനന്ദം, സമാധാനം, ക്ഷമ, ഈ 3 ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചത്. തുടർന്ന് വേറെയും ചിന്തിക്കാനുണ്ട്. ദയ, നന്മ, വിശുദ്ധി, ഞങ്ങൾക്കുള്ള ദയ, നന്മ, വിശ്വസ്തത തുടങ്ങി ആകെ 9 എണ്ണമാണല്ലോ. അപ്പോൾ ഈ കാര്യങ്ങൾ അടുത്ത 117-ാമത്തെ എപ്പിസോഡിൽ നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കണം. ഫലങ്ങളെന്നൊക്കെ എന്തിനാണ് നമ്മൾ പഠിച്ചത്? 9 എണ്ണം പഠിക്കുകയാണ്. എന്തിനാണ്? ഈ ഫലം നമ്മൾ പുറപ്പെടുവിക്കണം. ഈ ഫലം പുറപ്പെടുവിക്കണം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് നിറയാൻ നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. കാത്തിരുന്ന് പ്രാർത്ഥിക്കുക എന്നാണ് പറയാറ്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വരും, നമ്മൾ ഫലം പുറപ്പെടുവിക്കും. ദൈവം നമ്മൾ നടത്തട്ടെ. യേശു കർത്താവിന് വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.